ഇറാൻ അമേരിക്കൻ സമാധാന ചർച്ചയിൽ ഫലസ്തീൻ സ്വയംഭരണാവകാശം ഇറാൻ മുന്നോട്ട് വെക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഇറാനിലെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായിയുടെ മരണാനന്തര ചടങ്ങിന് ശേഷം 11-ാം തീയതിയാണ് ഖത്തറിൽ വെച്ചോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ വെച്ചോ സമാധാന ചർച്ച നടത്താൻ തീരുമാനിച്ചത്. ഒരുപക്ഷെ പാകിസ്ഥാനാണ് എന്ന പേരും പറയുന്നു. ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ നിലവിലുള്ള സമാധാന അന്തരീക്ഷം തുടരുകയും ഓർമസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. നേരിട്ടുള്ള ചർച്ച എന്ന വിഷയം ഇപ്പോഴും പരിഗണനയിൽ വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ 4-ാം തീയതി ആരംഭിച്ചിരിക്കുന്ന മരണാനന്തര കർമ്മവുമായി ബന്ധപ്പെട്ട വിഷയത്തിനിടയിലും ഇസ്രായേൽ വലിയ രീതിയിൽ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട് ആക്രമ പരമ്പരകൾ തന്നെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശാന്തമായിരിക്കുന്ന ഗസക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. കഴിഞ്ഞ ഒരാഴ്ചൻ്റെ ഇടയിൽ ഏറെക്കുറെ 10-ലധികം പേരെങ്കിലും ഗസക്കകത്ത് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്, അഥവാ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ കൃത്യമായിരിക്കുകയാണ്. അപ്പോൾ രണ്ട് മേഖല, സമാധാനത്തിൻ്റെ രണ്ട് മേഖലയും ഇസ്രായേൽ തകർക്കുന്നു എന്നുള്ളതും ഇവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതും വളരെ കൃത്യമായിരിക്കുന്ന ഒരു തെളിവായിട്ട് തന്നെ ഇറാൻ മുന്നോട്ട് വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 9-ാം തീയതിയാണ് അന്ത്യോപചാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവസാനത്തെ അടക്കം ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നത്. അതോടുകൂടി പിന്നെ 10-ാം തീയതി കഴിഞ്ഞാൽ 11-ാം തീയതി ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഉണ്ടാവുക എന്നുള്ളത് ഖത്തർ ഇതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ചാണ് വിഷയങ്ങൾ ഇപ്പോൾ വിചാരിച്ച പോലെയല്ല, കുറച്ച് സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് ആന്തരിക വശങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കണമെങ്കിൽ ലെബനാനുമായിട്ടുള്ള യുദ്ധം തുടരണം എന്നുള്ളത് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിൻ്റെ കാരണം ലെബനാൻ മാത്രമാണ് അവരുടെ ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏക എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും യുദ്ധം ചെയ്യുന്നതും രാജ്യം. ബാക്കിയെല്ലാം ജോർദാൻ ആണെങ്കിലും സിറിയ ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യാക്രമണ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല എന്ന് മാത്രമല്ല, അമേരിക്കക്ക് അനുഭാവം പ്രകടിപ്പിക്കുന്ന രാജ്യങ്ങളാണ് ഈ പറയപ്പെട്ട 3 രാജ്യങ്ങൾ. ജോർദാൻ കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യയുടെ ഒരു വിഷയം വരുന്നുണ്ട്. സൗദി അറേബ്യയുടെ ഏറെക്കുറെ 50-55% ഇസ്രായേലിൻ്റെ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാണ് എന്ന് അവരിതിന് മുൻപ് തന്നെ പ്രസ്താവിച്ചതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇറാനുമായിട്ടുള്ള ബന്ധം, സൗഹൃദ ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്ന രാജ്യങ്ങളിലൊന്ന് സൗദി അറേബ്യയുടെ പേരുണ്ട്. അപ്പോൾ സൗദി ഇതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം വരാൻ പോകുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ അതിരൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധ രീതികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ പക്ഷം നിന്ന് കഴിഞ്ഞാൽ അമേരിക്ക എപ്പോഴും ഇസ്രായേലിൻ്റെ പക്ഷത്തിലേക്ക് ചരിയുകയും തങ്ങളുടെ രാജ്യഭൂമി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ആ ഒരു അവസ്ഥയും സാഹചര്യങ്ങളും ഒഴിവാക്കണമെങ്കിൽ അമേരിക്കക്ക് ബദലായി ഇന്ന് ലോകത്ത് ഒരേ ഒരു രാജ്യം മാത്രമേ കൃത്യമായൊരു രീതിയിലുള്ളൂ, അത് ഇറാനാണ്. ഇറാനോടൊപ്പം ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റേതായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇറാൻ്റെ സഹകരണത്തിന് വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്നവരാണ്. 100-ലധികം രാജ്യങ്ങൾ അല്ലെങ്കിൽ 100ഓളം രാജ്യങ്ങളാണ് മരണാനന്തര ചടങ്ങുമായിട്ട് ഇറാനിലെത്തിയത് എന്ന് ഏറെക്കുറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പരമാവധി രാജ്യങ്ങളെ മുടക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ നയത്തോടോ നിലപാടിനോടോ സമീപനത്തോടോ രാജ്യങ്ങൾക്കൊന്നും ഒരു താല്പര്യമില്ല. കാര്യം ഭാവിയിൽ വരാൻ പോകുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, അതിഭയാനകരമായിരിക്കുന്ന വിഷയങ്ങളാണ് വരാൻ പോകുന്നത്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പാത്രമായി അല്ലെങ്കിൽ അഭിമാന യുദ്ധമായിട്ട് ഏറെക്കുറെ മാറുമെന്നുള്ളതാണ്. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കഠിന ശ്രമങ്ങൾക്ക് പോലും യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക നടത്തുമെന്നുള്ളതും നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ അതിന് പ്രതിരോധമുണ്ടാക്കും എന്നുള്ളതും ഉറപ്പാണ്. എന്നാൽ യുദ്ധമില്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചും അമേരിക്ക ആലോചിക്കുന്നുണ്ട്. കാര്യം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ എത്രത്തോളം ആക്രമണം നടത്തുന്നു അത്രത്തോളം തിരിച്ചടികൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തിരിച്ചടികൾ തങ്ങളുടെ നേരെ ഉണ്ടാകുന്നു എന്നും മറ്റു ലോക രാജ്യങ്ങൾ തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് തങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്നു എന്നും പല ഘട്ടങ്ങളിലായി ഇറാൻ്റെ വിദേശകാര്യ വകുപ്പിൽ നിന്ന് തന്നെ അമേരിക്കയുടെ വിദേശകാര്യ വകുപ്പിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന കാര്യമാണ്.
പക്ഷേ ഇറാൻ അതൊന്നും അല്ല കാര്യമാക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ രീതിയിൽ ലക്ഷ്യങ്ങളുണ്ട്. ഈ അടുത്ത് തന്നെ ഇപ്പം നടക്കുന്ന ഈ ആയത്തുള്ള അലി ഖംനായിയുടെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവരൊരു കൃത്യമായിരിക്കുന്ന ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. യുദ്ധമുഖത്താണെങ്കിൽ പോലും തങ്ങൾ ആ പ്രവൃത്തി നടത്തും എന്ന് ഇതിന് മുൻപ് തന്നെ പറഞ്ഞതാണ്. അതിനോടനുബന്ധിച്ചാണ് ഈ ഏപ്രിൽ മാസം 14-ാം തീയതി അത് കൃത്യമായ രീതിയിൽ 4-ാം തീയതി കൃത്യമായ രീതിയിൽ തീയതി നിശ്ചയിച്ചുകൊണ്ട് ഇറാൻ ആ പ്രവൃത്തി നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രധാനമായിരിക്കുന്ന കാരണമായിട്ട് അവർ പറയുന്നത് അന്നാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയമായ രീതിയിൽ സംഘർഷാവസ്ഥയിലേക്ക് അമേരിക്ക നീങ്ങുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുക അമേരിക്ക തന്നെ ആയിരിക്കും. വലിയ രീതിയിലുള്ള എതിർപ്പ് ഇപ്പോഴത്തെ ഈ വിഷയം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് ഇപ്പം തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുണ്ട്. ഭരണപക്ഷവും പ്രതിപക്ഷവും ട്രംപിനെതിരെയാണ് നിലവിലെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത്. ഇതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ പ്രകടമാകുന്നത് ഇതിനു മുൻപൊന്നും ഇല്ലാത്ത സംഭവമാണ്. 2016 കാലഘട്ടത്തിലൊക്കെ വലിയ രീതിയിലുള്ള അംഗീകാരം ട്രംപിനുണ്ടായിരുന്നു. ആ സമയത്താണ് ഇറാൻ്റെ സൈനിക മേധാവിയെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തുന്നത്, ഖാസിം സുലൈമാനിയെ. അത് ലൈവായ രീതിയിൽ കണ്ട് ആസ്വദിച്ചു എന്ന ഒരു പ്രത്യേകത കൂടി ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വലിയ രൂക്ഷമായിരിക്കുന്ന വിമർശം ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടായിട്ട് പോലും അതിനെ വകവെക്കാതെ അതിജീവിച്ച പ്രസിഡന്റിൻ്റെ പേരാണ് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ഇപ്പോൾ പതറിയിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മുൻപൊക്കെ ഏതൊരു വിഷയം ഉണ്ടാകുന്ന സമയത്തും വലിയ സഹായങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് ലോകരാജ്യങ്ങളും അമേരിക്കയ്ക്ക് ചെയ്തു കൊടുക്കും, അതല്ലെങ്കിൽ വലിയ രീതിയിൽ പിന്തുണ പറയും. ഇപ്പോൾ അതൊന്നുമില്ല. അമേരിക്ക ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഇപ്പോഴത്തെ യുദ്ധം ഇസ്രായേലും അമേരിക്കയും മാത്രം ലോകത്തിൽ ഒരു രാജ്യങ്ങളും ഒരു തരത്തിലും സഹായിക്കാത്ത രീതിയിൽ പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ വലിയ ഹീറോയിസം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് ഇറാനാണ്. ഇറാൻ അത് കൃത്യമായും തന്ത്രപൂർവ്വം ഇപ്പോൾ വിനിയോഗിക്കുന്നു. അതാണ് ഹോർമുസ് കടൽ യുദ്ധത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന മേഖലയായിട്ട് വന്നത്. ആണവായുധത്തേക്കാൾ മൂർച്ചയുണ്ട് ഹോർമുസിൻ്റെ കടലിന് എന്ന് പല ഘട്ടങ്ങളിലായിട്ട് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണെന്ന് അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യം അമേരിക്കയുടെ രാജ്യത്ത് പെട്രോളിയത്തിന് ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിൽ വില കൂടി, 36% കൂടി. എന്നാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് അവരുടെ പെട്രോൾ ഉൽപ്പന്നത്തിൻ്റെ 2% വില കുറച്ചാണ് ഇപ്പോൾ കൊടുക്കുന്നത്, കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമേ അമേരിക്കക്ക് പറയാനുള്ളൂ എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ലെബനാൻ വിഷയത്തോടൊപ്പം ഇറാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയവും ചർച്ചയിൽ വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ പറയുന്ന കാര്യം ലോകം ശ്രദ്ധിക്കുന്നുണ്ട്, അമേരിക്ക ശ്രദ്ധിക്കുന്നുണ്ട്. അമേരിക്ക ഇറാൻ്റെ പിറകിലാണ് ഇപ്പോൾ ഈ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ഗഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു എന്നതിനാൽ രാഷ്ട്രീയമായിരിക്കുന്ന ചില നിലപാടുകളൊക്കെ ഇറാനിന് പറയും. അത് ലെബനാൻ്റെത് കഴിഞ്ഞാൽ പിന്നീട് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതൊരു പ്രതിസന്ധിയായിട്ട് തന്നെ യഥാർത്ഥത്തിൽ അമേരിക്ക അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാര്യം ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ബേസുകൾ സുരക്ഷിതമല്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കാര്യം കരാർ വ്യവസ്ഥ ലംഘിച്ചു കഴിഞ്ഞാൽ, കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ലെബനാനെ സംരക്ഷിക്കുക എന്നുള്ളത് കരാർ വ്യവസ്ഥയുടെ ഭാഗമാണ്. ആ മേഖലയിൽ നിന്ന് ഇസ്രായേലിൻ്റെ സൈനികർ പുറത്തു പോവുക എന്നുള്ള കരാർ വ്യവസ്ഥയുടെ ഭാഗമാണ്. അത് ലംഘിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതിന് മാരകമായിരിക്കുന്ന തിരിച്ചടി ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന് അവർ മുന്നറിയിപ്പ് കൂടി നൽകിയതോടുകൂടി വലിയ രീതിയിലെ പ്രതിസന്ധിയിലൂടെയാണ് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.